ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഡേ ആണ് കേട്ടോ. ഒരു സൺഡേ വ്ളോഗാണിത്. അപ്പോൾ രാവിലെ തണുപ്പോണ്ട് എണീറ്റ് പോരാൻ വയ്യ, പക്ഷേ എന്നാലും മക്കൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം എണീറ്റു. രാത്രി കിടക്കുമ്പോൾ എന്നും മെഴുകുതിരിയും ലൈറ്ററും കൊണ്ടാണ് കിടക്കൽ. രാവിലെ അത് അടുക്കളയ്ക്ക് എടുത്തോണ്ടിരണം, അല്ലെങ്കിൽ കത്തിച്ച് തീരും. അപ്പോൾ വേഗം വന്ന് ഫ്രിഡ്ജിൽ കുറച്ച് പാലിരിപ്പുണ്ടായിരുന്നു. മക്കൾക്ക് എന്താ ഫുഡ് വേണ്ട ചോദിച്ചപ്പോൾ ഓട്സ് മതി എന്ന് പറഞ്ഞു. പിന്നെന്താ ഞാൻ വേറെ എന്തെങ്കിലും ചിന്തിക്കണേ, വേഗം ഓട്സ് എടുത്തു, പാല് തിളപ്പിച്ചു, ഓട്സ് എടുത്തിട്ട് ഇളക്കി നല്ലോണം ഒന്ന് കുറുക്കിയെടുത്തിട്ടോ. തലേ ദിവസത്തെ ഗോതമ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലോണം എനിക്ക് വേണ്ടിയാണ് കൂടി ചൂടാക്കുകയും ചെയ്ത്. പിന്നെ എനിക്ക് തോന്നി ഓട്സ്ക്ക് കുറച്ച് മധുരം കുറച്ചിട്ട് ഈത്തപ്പഴമൊക്കെ ഇടാൻ വിചാരിച്ചു. അപ്പോഴത്തേനിതാ ഇവിടെ ഒരാൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് ഹെൽപ്പർമാരെ കൊണ്ട് തല്ലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല, കാരണം ആയിക്കോട്ടെ, അടുക്കളയിൽ നിന്നും കുറേ കാര്യങ്ങൾ കുട്ടികൾ പഠിക്കാണ്ടല്ലോ. ഇതാണല്ലോ നമ്മളെ പ്രാക്ടിക്കൽ ലൈഫ്. ഇവിടുന്ന് കിട്ടേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. സംസാരിച്ചിരുന്ന് ഞാൻ ഈത്തപ്പഴം കട്ട് ചെയ്യാൻ വേണ്ടി മറന്നിട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നിട്ടോ. ഈത്തപ്പഴം കൈക്ക് ഇട്ട് കൊടുത്തു. ഈത്തപ്പഴം അരച്ചിട്ടാലും മതി കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി. ഇനി നമ്മൾ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ലഞ്ച് റെഡിയാക്കട്ടെ. ചോറിന് വെള്ളം വെച്ചതും തിളച്ചും ചെയ്ത് അരിയും കഴുകിയിട്ടു. പിന്നെ കിഴങ്ങുണ്ട് കുറച്ചധികം. അപ്പോൾ ഒരു 3-4 എടുത്ത് ഒന്ന് തൊലി കളയാമെന്ന് വിചാരിച്ചപ്പോഴത്തേന് വീണ്ടും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയും കൊണ്ട് വന്നിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഇതാക്കുമ്പം ഓൽക്കൊരുപാട് വളർച്ച അടുക്കളയിൽ നിന്ന് തന്നെ കിട്ടാനുണ്ട്. അപ്പോൾ ഓലെ പ്രാക്ടിക്കൽ ലൈഫ് ഇന്നങ്ങോട്ട് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഭാഗം മൈൻഡ് ചെയ്തില്ല. ഞാനിങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് ഞാൻ വലിയൊരു മോണ്ടിസോറി ടീച്ചറായി ബാക്കിക്ക് മാറി നിന്നു കേട്ടോ. ഇവരെന്താ വെച്ചാൽ ചെയ്യട്ടെ, അതിൻ്റെ തെറ്റ് തിരുത്തിയും കൊടുക്കണ്ട, തെറ്റോലെ ഒറ്റയ്ക്ക് തിരുത്തട്ടെ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിന്നു. അപ്പോൾ വെള്ളം വെച്ചെടുത്തപ്പോൾ ഇവനെടുത്തേക്ക് വെള്ളം ഒഴിച്ച്. ഏതായാലും വെള്ളമൊഴിക്കലും കഴിഞ്ഞ് ഇനി പിയാനും കൂടെ ഒരാളെ കിട്ടിയാൽ കഴിച്ചില്ല അതിന്, കാരണം സോയാബീൻ കുറച്ച് പിഴിഞ്ഞെടുക്കാനുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് കഴുകിയിട്ടാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെക്കണത്. അതവിടെ കുതിരാൻ വെച്ചു. ഇനിയിപ്പോൾ ഇതിവിടെ നിന്ന് കുതിരട്ടെ. ഇനി അടുത്ത പണിക്ക് നോക്കാമെന്ന് വിചാരിച്ചപ്പോത്തിന് അവിടെ പൊട്ടാറ്റോ കട്ടിങ് തുടങ്ങിയിരിക്കണേ. അതൊന്ന് വൃത്തിയേടായതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ. അപ്പോത്തിന് ചോറൊക്കെ തിളച്ച് റൈസ് കുക്കർക്ക് ഇറക്കി വെക്കുകയാണ്. റൈസ് കുക്കറൊക്കെ ഒരു ഭാഗത്ത് സെറ്റാക്കി വെച്ചിട്ട് ചോറ് ഈ ഒരു സംഭവം കൊണ്ട് ഇങ്ങനെ ഇറക്കിയെടുത്ത് ഇങ്ങോട്ട് ഇറക്കി വെക്കുക, അടച്ച് വെക്കുക. ഇനി റേഷനരി ആയതുകൊണ്ട് ഒരു 20-25 മിനിറ്റ് കൊണ്ട് വേവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊരു ഭാഗത്ത് കൊതുക്കി വെച്ചു. പിന്നെ പൊട്ടറ്റോ ഫ്രൈ ആക്കിയൊക്കെ കൊടുത്തിട്ടോ. ഡീപ്പ് ഫ്രൈ അല്ല ചെയ്തത്, വെളിച്ചെണ്ണൻ്റെ വില ഓർത്താലേ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യൂല. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ഒരുമാതിരി ഒരു കൂട്ടാൻ ഉണ്ടാക്കി കൊടുത്തിട്ടോ. മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി എടുത്തിട്ട് ഇവർക്കത് ഭയങ്കര ഇഷ്ടമായി. ഒരിത്തിരി പോലും ഞമ്മക്കും കിട്ടില്ല കേട്ടോ. പിന്നെ കുതിർത്ത സോയാബീൻ പിഴിഞ്ഞെടുത്ത് മക്കളൊക്കെ ഉറങ്ങിയതിന് ശേഷം ബാക്കി പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചിക്കൻ മസാല, മുളക് പൊടി, കാശ്മീരി മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നമ്മൾ സോയാബീൻ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ് കോൺഫ്ലവർ. ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. സ്പൂൺ കൊണ്ടോ കൈക്കൊണ്ടോ എങ്ങനെ എടുക്കുക. കൈക്കൊണ്ടായാൽ കുറച്ച് അതിന്നൊരു വെള്ളത്തിൻ്റെ ഒരു ഇതും കൂടെ കിട്ടുമ്പോൾ ഒന്നും കൂടെ ഒന്ന് നല്ലോണം മിക്സ് ആയിക്കോളും. പിന്നെ ലാസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്യുക. പിന്നെ തീ കത്തിക്കുക. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ. കത്തിച്ചു, പാൻ വെച്ചു, വെളിച്ചെണ്ണ കുറച്ച് ഇട്ടിക്കാൻ വിചാരിച്ചു. ഇനി കുറേ ആയി. ഇനി ഇതിൽ നിന്ന് അങ്ങോട്ട് കുറച്ച് ഒരു ഹാഫ് ഡീപ്പ് ഫ്രൈ ചെയ്യട്ടെ. അങ്ങനെ ചെയ്തിട്ട് വേഗം ആകും കേട്ടോ. കോൺഫ്ലവർ ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റുമാണ്. പെട്ടെന്ന് ആയും കിട്ടും. അപ്പം ഞാനൊരു 2-3 ട്രിപ്പാക്കിയിട്ട് അങ്ങനെ ഫ്രൈ ആക്കിയെടുത്തു. ഈ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചായക്ക് കടിയായിട്ട് വൈകുന്നേരം ചായ ആയിട്ട് ഉപയോഗിക്കാം. അതേപോലെ ചോറുക്ക് ഉപ്പേരിയായിട്ട് ഉപയോഗിക്കുക. ഇതൊന്ന് മാത്രം മതി, വേറൊരു വസ്തു വേണ്ട. പക്ഷെ ഇതിൽ കുറച്ച് കുട്ടികൾക്ക് കഴിക്കാനുള്ളതല്ലേ, എരിവ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ എരിവിൻ്റെ ഒരു കുറവ് നികത്താൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ആ ചട്ടിയിൽ തന്നെ 2 കൊണ്ടാട്ടം ഇട്ടാണ് പൊരിച്ചു കേട്ടോ. പിന്നെ ഉച്ചക്കൊക്കെ ഇത് മതിയല്ലോ, വേറൊരു വസ്തു വേണ്ട. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.